ചിക്കനും മുട്ടയ്ക്കും അരിക്കും എണ്ണയ്ക്കും ഒക്കെ വില കൂടിയ സാഹചര്യം, ഗ്യാസിന് പൊള്ളുന്ന വിലയാണ്. ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് ബിരിയാണി വെക്കുന്ന ഹോട്ടൽ ഉടമകൾ നേരിടുന്നത്. ഈ കോട്ടയത്ത് ഒരു ബിരിയാണി ഹട്ടിൽ നിന്ന് അഖിൽ അവരോട് സംസാരിക്കുകയാണ്, കേൾക്കാം. ബിരിയാണി എന്നാൽ മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ്. ഒരു തലവേദനയൊക്കെ വന്നാൽ ഒരു ബിരിയാണി വെച്ച് ആശ്വാസം കണ്ടെന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ ആശ്വാസം ബിരിയാണി വെക്കുന്നവർക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മുട്ടയ്ക്ക് വില കൂടി, ചിക്കന് വില കൂടി, അരിക്ക് വില കൂടി, എണ്ണയ്ക്ക് നേരത്തെ വില കൂടിയതാണ്. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കൂടി വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് ബിരിയാണി ഹട്ടിൻ്റെ ഉടമ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നപ്പം ഗ്യാസിന് അനിയന്ത്രണമായിട്ട് വില കൂടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 180 രൂപ കുറച്ചു എന്ന് പറയുമ്പം 1420 രൂപയോളം കൂട്ടിയിട്ടാണ് 180 രൂപ കുറച്ചത്. അവിടെ തന്നെ നമ്മുടെ താളം തെറ്റി തുടങ്ങി ശരിക്കും ഹോട്ടലുകളെ സംബന്ധിച്ച്. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പെടുന്ന നമ്മുടെ ഈ പാക്കിംഗ് മെറ്റീരിയൽസ്, ഈ വക സാധനങ്ങൾക്കെല്ലാം അമിതമായ വിലയായി. അതായത് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ ഇരട്ടിക്ക് മേളിൽ വിലയായി കഴിഞ്ഞു. ഇറച്ചിക്കോഴിയുടെ വില അനിയന്ത്രിതമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇന്നിപ്പം 184 രൂപ വിലയായി. അതോടൊപ്പം തന്നെ പച്ചക്കറി, ഇന്നിപ്പം പച്ചക്കറി വില സവാളയ്ക്ക് 40 രൂപ വിലയായി. അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോൺ വെജ് ബിരിയാണി മാത്രമല്ല, വെജ് ബിരിയാണി ആണെങ്കിലും പണിയാണെന്ന്. വെജ് ബിരിയാണി ആണെങ്കിലും പണിയാണ്. കാരണം വെജിറ്റബിൾസ് എല്ലാം വില കൂടി. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരിടത്തൊരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്രോപ്പ് ഫെയിലിയറോ വന്നു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം തന്നെ നമ്മളിവിടെ വില കൂടിക്കഴിഞ്ഞു. അതാണ് ഞങ്ങൾക്ക് ഹോട്ടലുകാർക്ക് ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യം. ഇന്നലെ മഹാരാഷ്ട്രയിൽ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ സവാളയ്ക്ക് കേരളത്തിൽ 10 രൂപ ഒറ്റയടിക്ക് കൂടുന്നു. അങ്ങനെ കൂടേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. ഭംഗി എന്നാണ് പറയുക. ആ മുട്ടയ്ക്കും കൂടി, മുട്ടയ്ക്ക് 8 രൂപയ്ക്ക് മേളിൽ വിലയായി. ഇതിനകത്ത് മറ്റൊരു നഷ്ടം എന്ന് പറയുന്നത്, നമ്മളിപ്പം ശരിക്കും 8 രൂപ എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഒരു 100 മുട്ട ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു 10, 12, 15 മുട്ടയോളം ചിലപ്പം ഡാമേജ് ആയിട്ട് പോകും. നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരു മുട്ടയ്ക്ക് എത്ര രൂപ ആയി എന്നുള്ള വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ വേണം നമ്മളതിൻ്റെ വില കണക്ക് കൂട്ടാനായിട്ട്. അതേപോലെ തന്നെ ബിരിയാണി റൈസിൻ്റെ വില, ബിരിയാണി റൈസിന് അനിയന്ത്രിതമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം ലോഡ് വരുന്നതും 5, 6, 7, 8 രൂപയ്ക്ക് കൂടിയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിത് എന്ത് ചെയ്യാൻ പറ്റും? ഈ വില കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ക്രൈസിസ് ഉണ്ടായിട്ടും ഈ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലൊന്നും വില കൂട്ടിയിട്ടില്ല. ഒരു സാധനത്തിനും വില കൂട്ടിയില്ല. 170 രൂപ എന്ന് പറഞ്ഞാൽ 2021 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എത്രയോ തവണ വില വർധനവുണ്ടായി. പക്ഷേ നമുക്ക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നത്. ഒരു ബിരിയാണിക്ക് വേണ്ട അവശ്യ സാധനങ്ങളിൽ എല്ലാത്തിനും വില കൂടിയ ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.